Hello, my dear students. Welcome to Lecture School Plus. It's me, Ahmed Muhyiddin, your maths faculty. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആക്ച്വലി നമ്മളെ +1 മാത്സിലെ സ്ട്രേറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്. ആ ചാപ്റ്റർ എൻഡിൽ നമ്മൾ പഠിക്കുന്ന ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ. ആക്ച്വലി ഈ ചാപ്റ്ററിൽ വരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ കൺസെപ്റ്റ് ഫുള്ള് പഠിച്ചിട്ടുണ്ടാവും, ഇക്വേഷൻസ് ഒക്കെ അറിയണ്ട, ബട്ട് ക്വസ്റ്റ്യൻസ് അത്ര ഡയറക്റ്റ് അല്ലാണ്ട് ചോദിക്കും. ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം ഇക്വേഷൻ വെച്ച് ഡയറക്റ്റ് സോൾവ് ചെയ്യാൻ പറ്റും. ബട്ട് അത്ര ഡയറക്റ്റ് അല്ലാണ്ട് നമ്മളവിടെ സ്ലോപ്പിന്റെ ഒരുപാട് കൺസെപ്റ്റുകൾ പഠിക്കുന്നുണ്ട്, പാരലൽ, പെർപെൻഡിക്കുലർ, അങ്ങനെ ഒരുപാട് ഡയറക്റ്റ് അല്ലാതെ ചോദിക്കുമ്പോൾ നമുക്കൊരു ട്രബിൾ വരും. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു ഇഷ്യൂസ് കംപ്ലീറ്റ് സോൾവ് ചെയ്യാൻ പോകണേ. സോ നമുക്ക് നേരെ കൺസെപ്റ്റിലേക്ക് എടുക്കാം. എന്താണ് ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ? അതായത് ഒരു ലൈന് നമ്മളെ കയ്യിലുണ്ട്, ഈ ലൈനിന്റെ ഇക്വേഷൻ ചിലപ്പോൾ നമുക്ക് തരും, ഓർ നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യേണ്ടി വരും. മിക്കവാറും ക്വസ്റ്റ്യനിൽ ഇക്വേഷൻ നമ്മളായിട്ട് ഫോം ചെയ്യേണ്ടി വരും. സോ ഈ ചാപ്റ്ററിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഇക്വേഷൻ ഫോം ചെയ്യാൻ. അതിൽ ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻസ് ഉണ്ട്, അതെല്ലാം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇക്വേഷൻ ഓഫ് ലൈന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈനിന്റെ ഇക്വേഷൻ ഈ ഒരു ഫോമിലാണെന്ന് വിചാരിക്കാം. അതായത് ax പ്ലസ് by പ്ലസ് c = 0. ഇതാണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് വിചാരിക്കുക. ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ആ കാണണ്ടേ, എവിടുന്നു ഒരു പോയിന്റ്, ഒരു ആർബിട്രറി പോയിന്റ് നമ്മൾ എടുത്ത് x1 y1 എന്നുള്ളത്. സോ ഈ x1 y1 എന്ന് പറയുന്ന പോയിന്റിന്നും ഈ ലൈന്, ഇതാണ് ഇക്വേഷൻ ഓഫ് ലൈൻ നമ്മൾ പറഞ്ഞത്. സോ ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഡിസ്റ്റൻസ് കാണൽ എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡിസ്റ്റൻസ് കാണാൻ there is a formula. എന്താണ് ഫോർമുല എന്ന് നമുക്ക് നോക്കിയാലോ? യെസ്, യു ക്യാൻ സീ ഹിയർ d = absolute value, അതായത് മോഡുലസ് വാല്യൂ ഓഫ് ആർ. നമ്മളെ ഇക്വേഷൻ ഓഫ് ലൈനിൽ നിങ്ങൾക്ക് എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് ടേമുകൾ കാണാൻ പറ്റും. സോ ഈ എക്സ് വൈ എന്ന് പറയുന്ന പ്ലേസിൽ ഈ പോയിന്റുകൾ പ്ലേസ് ചെയ്യുക. അതായത് x1 ഉം y1 ഉം നമ്മൾ കൊടുക്കുന്നു. റെഡി അല്ലേ? എഗെയിൻ ഡിനോമിനേറ്ററിൽ ഈ എക്സ് വൈ എന്ന് പറയുന്ന ആൾ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2x minus 3y minus 5 = 0 എന്നാണ് ഇക്വേഷൻ ഓഫ് ലൈൻ എങ്കിൽ എയുടെ വാല്യൂ 2 ആണ്, ബിയുടെ വാല്യൂ -3 ആണ്. അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് എ, വൈയുടെ കോഎഫിഷ്യന്റ് ആണ് ബി. ഇനി ഇങ്ങനെ ആണെങ്കിലോ x minus y plus 2 = 0. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, അതായത് ax എന്ന് പറഞ്ഞാൽ 1x എന്നുള്ള ഫോമിലാണ്, വിച്ച് മീൻസ് എന്റെ വാല്യൂ 1, അതേപോലെ ബിന്റെ വാല്യൂ -1. സോ ഒരു ഇക്വേഷൻ കിട്ടിയാൽ ഈ കോഎഫിഷ്യന്റുകൾ പിക്ക് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. സോ ഈ പറഞ്ഞ എക്സിന്റെയും വൈന്റെയും കോഎഫിഷ്യന്റിന്റെ റൂട്ട് സ്ക്വയർഡ് സം എന്ന് നമ്മൾ പറയും. ഈ റൂട്ട് സ്ക്വയർഡ് സം നമ്മൾ എന്ത് ചെയ്യണം, ഡിനോമിനേറ്റർ കൊടുക്കണം. ഇതിന്റെ മൊത്തം മോഡുലസ് വാല്യൂ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഡിസ്റ്റൻസ് കിട്ടും. ഈ ഫോർമുല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്റർ ത്രൂ ഔട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഈ ഫോർമുല എന്താണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ഈ ഫോർമുല എങ്ങനെയാണ് യൂസ് ചെയ്യുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ നമുക്ക് നോക്കിയാലോ. നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. യെസ്, ഇതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? കൺസിഡർ ദി പോയിന്റ്സ് എന്ന് പറഞ്ഞ് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. റെഡി? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി സ്ലോപ്പ് ഓഫ് ലൈൻ എ ബി. നമ്മൾ എന്ത് ചെയ്യണം, എ ബി എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പ് ഡിറ്റർമൈൻ ചെയ്യണം. സോ രണ്ട് പോയിന്റ് എന്നിട്ട് സ്ലോപ്പ് കാണില്ല, എന്തല്ല വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ലല്ലേ, നമ്മൾ 10th പഠിച്ചിട്ടുണ്ട്. സ്ലോപ്പ് കാണാം, അതായത് എം കാണെങ്കിൽ നമ്മളെ ഫോർമുല എന്താ, m = y2 minus y1 divided by x2 minus x1. ജസ്റ്റ് y ഡിഫറൻസ് ബൈ x ഡിഫറൻസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടൂടാ, സ്ലോപ്പ് കിട്ടും അല്ലേ. സോ y2 minus y1 എന്ന് പറഞ്ഞാൽ 2 - 3. അതേപോലെ x2 minus x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 - 2. സോ ഈക്വൽ ടു -1/2 എന്ന് കിട്ടും. സോ നമ്മളെ എ ബി എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പ് എത്ര, -1/2. അഗൈൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഇക്വേഷൻ ഓഫ് ലൈൻ എ ബി കാണാം. സോ നോക്ക്, ഇക്വേഷൻ നമുക്ക് തന്നിട്ടില്ല. ചിലപ്പോൾ എന്ത് ചോദിക്കാറടാ, ഈ ലൈനിന് സ്ലോപ്പ് നമുക്ക് കിട്ടിയല്ലോ, ഈ എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് കാണാൻ വേണ്ടി വരും. സോ നമുക്കറിയാം ഒരു ലൈനിന്റെ സ്ലോപ്പ് -1/2 ആണെങ്കിൽ അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് ആണെങ്കിൽ രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് റെസിപ്രോക്കൽ എടുക്കണം. സോ 2/-1. എന്നിട്ട് എന്ത് ചെയ്യണം, സൈന് മാറ്റണം. 2/-1 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ലേ, സോ അതെന്താക്കി മാറ്റണം, 2/1 എന്ന ഫോമിലേക്ക് മാറ്റണം. വിച്ച് മീൻസ്
ഇതിന്റെ റെസിപ്രോക്കൽ 2/-1, അതായത് -2. അതിന്റെ സൈന് മാറ്റണമെങ്കിൽ ഒരു മൈനസ് കൂടി കൊടുക്കുക. സോ 2 എന്ന് കിട്ടും. ഈ ക്വസ്റ്റ്യനിൽ അത്ര കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് സ്ലോപ്പ് കണ്ടാൽ മതി. ആ AB എന്ന് പറയുന്ന ലൈനിന്റെ തന്നെ ഇക്വേഷൻ കാണണം. എന്താണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ? സോ വി ഹാവ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ വി ഹാവ് y minus y1 is equal to m into x minus x1. ഈ ചാപ്റ്ററിൽ ഒരുപാട് മെത്തേഡ് ഉണ്ട് ഇക്വേഷൻ കാണാൻ. നിങ്ങൾക്ക് ഒരു മെത്തേഡ് അറിയില്ലെങ്കിലും ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. സോ ദിസ് ഈസ് ദി ഫോർമുല ടു ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇഫ് ദി സ്ലോപ്പ് ആൻഡ് എനി പോയിന്റ് ഓൺ ദി ലൈൻ ഈസ് ഗിവൺ. ആ ലൈനിന്റെ മുകളിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് മതി. ഈ ക്വസ്റ്റ്യനിൽ AB എന്ന് പറയുന്ന ആ ഒരു എയും ബിയും നിൽക്കുന്ന ലൈനിലുള്ള 2 പോയിന്റ്സ് ആണ് എയും ബിയും. നമുക്കൊരു പോയിന്റ് മാത്രം മതി. മാത്രമല്ല സ്ലോപ്പ് കാണും, അതാണ് എം നമ്മൾ ഓൾറെഡി ഫൗണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? എം ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ y മൈനസ് y1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോയിന്റ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ പോയിന്റ് എടുക്കാം, എന്തായാലും കുഴപ്പമൊന്നുമില്ല. സോ ഞാൻ ആദ്യത്തെ പോയിന്റ് പ്രിഫർ ചെയ്ത്. സോ y മൈനസ് y1 അതായത് y മൈനസ് 3 ഈസ് ഈക്വൽ ടു -1/2 ഇൻറ്റു x മൈനസ് 2. സോ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുക, ഒരു ബ്രാക്കറ്റിന്റെ പുറത്ത് ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിന് നമ്മൾ സ്വാഭാവികമായിട്ടും ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ അല്ലേ? സോ ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ എന്നാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഫ്രാക്ഷൻ ആണ്, ഡിനോമിനേറ്റർ ഈസ് ദർ. റാഷണൽ നമ്പർ അല്ലേ, ഡിനോമിനേറ്ററിൽ ഒരാളുണ്ടല്ലോ. സോ ഏറ്റവും ബെറ്റർ ഡിനോമിനേറ്ററിലുള്ള ആൾ എപ്പോഴും അതർ സൈഡിലേക്ക് കൊണ്ടുപോവാം. സോ ഡിവൈഡ് ചെയ്ത ടേം അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലൈഡ് ആവും അല്ലേ? നമുക്കറിയുന്ന കാര്യമാണ്. സോ 2 ഇൻറ്റു എന്ന ഫോമിലേക്ക് മാറും. 2 ഇൻറ്റു y മൈനസ് 3 ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു x മൈനസ് 2. അഗെയിൻ 2y മൈനസ് 6 ഈസ് ഈക്വൽ ടു -x പ്ലസ് 2. സോ നമുക്ക് വേണ്ടത് എന്താ? എല്ലാ ആൾക്കാരും ഒരു സൈഡിൽ, അപ്പോഴേ ഇക്വേഷൻ ഓഫ് ലൈൻ ഈ ഒരു ഫോമിലേക്ക് വരുള്ളൂ. എക്സും വൈയും സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഒക്കെ ഒരു സൈഡിൽ, അതർ സൈഡിൽ ഈക്വൽ ടു 0 ഫോമിൽ വരുത്തിക്കണം. സോ ഓൾറെഡി ഇവിടെ എക്സ് കോൺസ്റ്റന്റ് ഉണ്ട്, ഇയാളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പോവാണ്. സോ 2y മൈനസ് 6 എന്ന് പറയുന്ന പ്ലേസിലേക്ക് ആര് പോയി? എക്സ് പോകുമ്പോൾ എന്തായി മാറും? -x ആണ്. സോ ഇത് +x ആയിട്ട് മാറും. 2 ഉള്ളത് -2 ആവും, ഈക്വൽ ടു 0. സോ ഇതിനെ നമ്മൾ ഒന്നുകൂടി ഒന്ന് റീ അറേഞ്ച് ചെയ്യാൻ പോവാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊന്ന് റീ അറേഞ്ച് ചെയ്യാം അല്ലേ? സോ ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് സാർ ഇവിടെ താഴെ എഴുതുന്നുണ്ട്. ഓർ നമുക്ക് എന്ത് പറയാം? x plus 2y minus 8 is equal to 0. So this is the equation of the line AB. AB എന്ന് പറയുന്ന ലൈനിന്റെ എന്ത് കിട്ടി? നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇനി ചെയ്യേണ്ട കാര്യം എന്താ? ഇക്വേഷൻ കിട്ടിയല്ലോ, നമ്മളോട് പറഞ്ഞത് ഈ ലൈനിൽ നിന്നും 2 - 2 എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് കാണണം. എങ്കിൽ 2 - 2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് കാണണം. സോ നമ്മളെ പോയിന്റ് കാണേണ്ട പോയിന്റ് 2 - 2 ആണ്. സോ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? x1 y1 എന്ന് വിളിക്കാം. നമ്മളെ ഇക്വേഷൻ ഓഫ് ലൈൻ പോയിന്റ് x1 y1 ആണ്. ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, x plus 2y minus 8 is equal to 0. x plus 2y minus 8 is equal to 0. സോ നമുക്ക് ഇനി ഡിസ്റ്റൻസ് കാണാം വളരെ സിമ്പിൾ ആയിട്ട്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇക്വേഷൻ എന്താ? ax1 plus by1 plus c divided by root of a square plus b square. സോ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ കാണാൻ. ഇതിൽ എ ബി സി ആരൊക്കെ? ഈ ഒരു എക്സിന്റെ കോഎഫിഷ്യന്റ് 1, അതാണ് എ. വൈന്റെ കോഎഫിഷ്യന്റ് 2, അതേപോലെ കോൺസ്റ്റന്റ് ടേം ആണ് -8. ഈ x1 y1 എന്ന് പറയുന്ന പ്ലേസിൽ x1ൽ നമ്മൾ 2 എന്ന് കൊടുക്കണം, അതേപോലെ y1ൽ നമ്മൾ ആരെ കൊടുക്കണം? -2 കൊടുക്കണം. ഇത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. ഭയങ്കര സിമ്പിൾ ആണ് അല്ലേ? സോ d is equal to, listen here, d is equal to absolute value of ax1 എന്ന് പറഞ്ഞാൽ 1 into 2 plus by1 എന്ന് പറഞ്ഞാൽ 2 into -2. again c എന്ന് പറഞ്ഞാൽ -8 ആണ്, divided by root of 1 square plus 2 square. സോ ഇതാണ് നമ്മളെ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല. സോ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് വാല്യൂ കിട്ടും അല്ലേ? സോ d is equal to ന്യൂമറേറ്ററിൽ 2 - 4 - 8 divided by root of 1 plus 4 എന്ന് കിട്ടും, which is equal to
2 minus 4 എന്ന് പറഞ്ഞാൽ അത് എത്ര -2 ആണ്. -2 -8 എന്താവും -10 ആയി മാറും. -10/√5. ഇയാളെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10/√5 എന്ന് കിട്ടും. നമുക്ക് വേണമെങ്കിൽ താഴെയുള്ള ഇറാഷണൽ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? റാഷണലൈസ് ചെയ്യാം. ബട്ട് അത് നിർബന്ധമുള്ള കാര്യമില്ല. ബട്ട് അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. എങ്ങനെയാണ് നമ്മൾ റാഷണലൈസ് ചെയ്യല്? ഇതേ നമ്പർ കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യും. സോ ന്യൂമറേറ്ററിൽ നമ്മൾ √5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യും. സോ ന്യൂമറേറ്ററിൽ 10√5 ഈസ് ദർ, ഡിനോമിനേറ്ററിൽ 5 വരും, അവസാനം അത് എന്തായി മാറും? 2√5 ആയിട്ട് മാറും. സോ ഇതാണ് ഡിസ്റ്റൻസ്. ഇങ്ങനെ നമ്മൾ ഡിസ്റ്റൻസ് കാണാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഈ സെയിം ഡിസ്റ്റൻസ് കാണുന്ന ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ ചെയ്യണം. ഇതിന്റെ ചെറിയൊരു സ്റ്റാർട്ട് മാത്രമേ ഞാൻ തരും. റെഡിയല്ലേ? സോ ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു ട്രയാങ്കിൾ PQR ഉണ്ട്. അയാളെ വേർട്ടീസസ് ആണ് പിന്റെ വാല്യൂ എന്നിട്ടുണ്ട്, ക്യൂന്റെ വാല്യൂ എന്നിട്ടുണ്ട്, ആറിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, PQനെ റെപ്രസെന്റ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ കാണണം. സോ ഇക്വേഷൻ കാണാൻ വേണ്ടി നമുക്ക് വേണ്ടി എന്താ? ബേസിക് ഇക്വേഷൻ y - y1 is equal to m into x minus x1. സോ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് കാണാൻ? ഇക്വേഷൻ കാണാൻ. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒന്നാമത്തെ ഡൗട്ട്, x1 y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PQ നമുക്ക് വേണമെങ്കിൽ ഈ പോയിന്റ് x1 y1 ആക്കാം, പ്രശ്നമൊന്നുമില്ല അല്ലേ? നമുക്ക് വേണമെങ്കിൽ ആ ഒരു ട്രയാങ്കിൾ ഒന്ന് അസ്യൂം ചെയ്ത് വെക്കാം. ഇങ്ങനെയാണ് ട്രയാങ്കിൾ ഉണ്ടാവുക. റെഡിയല്ലേ? സോ ഇതിൽ ഒരു വേർട്ടെക്സ് P ആണ്, ഒരു വേർട്ടെക്സ് Q ആണ്, ഒരു വേർട്ടെക്സ് R. സോ ഇതിന്റെ ഇക്വേഷൻ ആണെങ്കിൽ PQ എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ് ഉണ്ട്. സോ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? x1 y1 അതായത് PQ, Pന്റെ പോയിന്റ് 1 0 എന്ന് കിട്ടും. റെഡി? എഗെയിൻ നമുക്ക് വേണ്ടത് M ആണ്. M എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ആണ്. സ്ലോപ്പ് കാണാൻ നമുക്ക് എന്ത് വേണ്ട? രണ്ട് പോയിന്റ്സ് വേണം. ഓൾറെഡി PQ എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് ഉണ്ട്. സോ M എന്ന് പറയുന്ന ആളെ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? സോ ഹിയർ സ്ലോപ്പ് അതായത് M is equal to ഇവിടെ y2 minus y1 എന്ന് പറഞ്ഞാൽ 4 minus 0 ആണ്. x2 minus x1 എന്ന് പറഞ്ഞാൽ 5 minus 1 ആണ്. അത് 4/4 is equal to 1. സ്ലോപ്പിന്റെ വാല്യൂ നമുക്ക് 1 കിട്ടി. സോ ഇക്വേഷൻ നമുക്ക് ഇനി എന്ത് ചെയ്യാം? വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുക അല്ലേ? സോ ഇക്വേഷൻ കാണാൻ പറഞ്ഞാൽ y minus 0 is equal to അല്ലേ? ഇതാണ് നമ്മൾ x1 y1. M അതായത് 1 into x minus x1 എന്ന് പറഞ്ഞാൽ 1. സോ y is equal to x minus 1 എന്ന് കിട്ടും. സോ എല്ലാ ആൾക്കാരും ഒരു സൈഡിലേക്ക് വരണം. അതായത് ഈക്വൽ ടു 0 ഫോമിൽ ആക്കലാണ് നമ്മളെ ഒബ്ജക്റ്റീവ്. അങ്ങനെ ആക്കുമ്പോൾ ഇക്വേഷൻ ഓഫ് ലൈൻ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ എത്തുള്ളൂ. സോ ഈ y എന്ന് പറയുന്ന ആൾ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. റെഡി? സോ നമുക്ക് എന്ത് കിട്ടും? ഓൾറെഡി x minus 1 എന്ന് പറയുന്ന ആളുണ്ടല്ലോ. സോ അങ്ങോട്ട് y വരുമ്പോൾ -y ആവും. ഞാൻ ആ ഒരു ഓർഡറിൽ എഴുതി. അതായത് y പോകുമ്പോൾ എന്താവും? -y ഈക്വൽ ടു 0 ഫോമിലേക്ക് മാറും. സോ ഫസ്റ്റ് എക്സ് എഴുതി, ദെൻ അഗെയിൻ y ടേം -y എന്ന് എഴുതി, ദെൻ -1 ഈസ് ദർ ഈക്വൽ ടു 0. സോ ഇതാണടാ നമ്മളുടെ ഇക്വേഷൻ ഓഫ് ലൈൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടി. സിമ്പിൾ അല്ലേ? ഇക്വേഷൻ കാണൽ വലിയ ബുദ്ധിമുട്ടില്ല. രണ്ട് പോയിന്റ് മാത്രം മതി നമുക്ക് ഇക്വേഷൻ കാണാൻ. സോ P എന്ന് പറയുന്ന പോയിന്റും Q എന്ന് പറയുന്ന പോയിന്റും വെച്ച് നമ്മൾ എന്ത് ചെയ്ത് ഇക്വേഷൻ കണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ ത്രൂ ആറിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ്റെ ഇക്വേഷൻ കാണണം. അതേപോലെ പെർപെൻഡിക്കുലർ ടു PQ, PQന് പെർപെൻഡിക്കുലർ ആയിട്ട് ആറിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ്റെ ഇക്വേഷൻ. അതായത് ആറിലൂടെ പാസ് ചെയ്യും വേണം, PQന് പെർപെൻഡിക്കുലർ ആകും വേണം. ക്ലിയർ അല്ലേ? സോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ R എന്ന് പറയുന്ന പോയിന്റ് ഈസ് ഹിയർ, അതായത് -1 4. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോയിന്റ് x1 y1 കിട്ടും. M എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? സോ M കാണാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വളരെ ക്വിക്കായിട്ട് രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത്, ഒരു ലൈനിന്റെ സ്ലോപ്പ് കിട്ടിയാൽ മെറ്റാള് സ്ലോപ്പ് കിട്ടണമെങ്കിൽ രണ്ട് സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്നാമത്തെ ലൈനിന്റെ സ്ലോപ്പ് റെസിപ്രോക്കൽ എടുക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് അയാളെ സൈന് മാറ്റാം. സോ ഇയാളെ സ്ലോപ്പ് എന്താ? 1 അല്ലേ? 1ന്റെ റെസിപ്രോക്കൽ 1 ആണ്. സോ സൈന് മാറ്റി എന്ത് കിട്ടും? -1 എന്ന് കിട്ടും. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് വൺ മോർ ക്വസ്റ്റ്യൻ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അതായത് എന്താണ് നമ്മൾ ആഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ? സോ ഇതിനുള്ള കൺസെപ്റ്റ് ഞാൻ തൊട്ട് മുന്നുള്ള പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. റെഡി? സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കുണ്ട്, അതേപോലെ തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്യാണ്. എക്സാമിന് ഇതുപോലുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ
രണ്ട് രീതിയിൽ ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതായത് ലെങ്ത് ഓഫ് ആൾട്ടിറ്റ്യൂഡ് കാണാൻ വേണ്ടി പറയും. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു വേർട്ടെക്സ് നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈനിലെ ലെങ്ത്, അതായത് ഈ ഒരു ലെങ്ത് കാണാൻ വേണ്ടി പറയും. ആക്ച്വലി ഈ ലെങ്ത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഡിസ്റ്റൻസ് ഫ്രം ആർ ടു പി ക്യു. ആർ എന്ന് പറയുന്ന പോയിന്റ് നിന്നും പി ക്യൂലേക്കുള്ള ഡിസ്റ്റൻസ്. സോ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി തൊട്ട് മുന്നേ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഫോർമുല കണ്ട് അതെങ്ങനെ അപ്ലൈ ചെയ്യുന്ന കണ്ട്. സോ അത് നിങ്ങൾ ചെയ്ത് നോക്കണം. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ആൾട്ടിറ്റ്യൂഡ്. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് altitude from R to PQ. ആർന്നു പി ക്യൂവിലേക്കുള്ള ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇതിലേക്ക് ഉണ്ടെങ്കിൽ അതൊരു 2 മാർക്സ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യനിൽ സാർ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ലോപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നെഗറ്റീവ് റെസിപ്രോക്കൽ എടുക്കണം. അതേപോലെ ഈ ഒരു ലെങ്ത് ഓഫ് ആൾട്ടിറ്റ്യൂഡ് എന്നേ പറയുള്ളൂ. അതായത് ഇതാണ് നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ്, ഡിസ്റ്റൻസ് ഓഫ് എ ലൈൻ ഫ്രം എ പോയിന്റ്. ഇതാണ് നമ്മൾ തൊട്ട് മുന്നേ ഡി എന്ന് പറഞ്ഞത്. സോ ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയും ചോദിക്കാം. സോ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ അടുത്ത അടിപൊളി ക്ലാസ് ആയിട്ട് സാർ എന്ത് ചെയ്യാം? അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് സാർ വീണ്ടും വരാം. സോ ഓൾ ദി ബെസ്റ്റ്.